എന്താടോ തനിക്ക് എന്താ പറ്റിയേ? എന്താന്നറിയില്ലേ? ഇല്ല, എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാ അറിയണ്ട. എടോ താൻ കാര്യം എന്താന്ന് പറ. തന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് താൻ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? സ്നേഹം ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റും. പൃഥ്വിക്ക് എന്നോടൊരു തരിയെങ്കിലും ഇഷ്ടമുണ്ടോ? ഇതെന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ? എന്റെ ഒരു നോട്ടോ ചലനോ കണ്ട അതെന്താന്ന് മനസ്സിലാക്കാൻ പൃഥ്വിക്ക് സാധിക്കണം. അങ്ങനെയാ യഥാർത്ഥ സ്നേഹമൊക്കെ. എടോ അങ്ങനെയൊന്നും ഒരാൾക്ക് മറ്റൊരാളുടെ മനസ്സ് അറിയാനൊന്നും കഴിയില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. ആരും വെറുതെ പറയുന്നതല്ല. ഉദാഹരണം ഇപ്പൊ നേരിട്ട് കണ്ടിട്ട് വന്നതല്ലേ. എന്ത്? ആ ദുർഗയുടെ ആഗ്രഹം സാധിക്കാൻ അവര് മതില് ചാടിപ്പോയി ഐസ്ക്രീം കഴിച്ചത് കണ്ടോ? മതില്? പണ്ടെങ്ങോ ദുർഗ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ലേ ഇപ്പൊ അവരങ്ങനെ ചെയ്യുന്നേ? അതിന് തേങ്ങാക്കൊല. ഈ പൃഥ്വി ഒട്ടും റൊമാൻറ്റിക് അല്ലല്ലോ. അതെങ്ങനെയാ? എന്നെ ശ്രദ്ധിക്കാനോ എന്റെ ഇഷ്ടങ്ങൾ നോക്കാനോ പൃഥ്വിക്ക് എവിടെന്നാ സമയം? അതൊക്കെ അശ്വത വെറും തോന്നലുകളാ. തനിക്ക് വേണ്ടി എന്റെ ജീവിതം തന്നെ. താൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്റെ കുഴപ്പാ. ഞാൻ സമ്മതിച്ചു. നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാമല്ലോ. എങ്ങനെ? ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് താൻ പറഞ്ഞു തന്നാ മതി, ഞാൻ ചെയ്തു തരാം. അയ്യോടാ എന്തൊരു പാവം. ഒരു ദിവസം എന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഓടിപ്പോകുന്ന ആളാ. ഞാൻ പറയുന്നെല്ലാം ചെയ്യാന്ന് പറയുന്നേ. അല്ലെങ്കിൽ തന്നെ കമാൻഡ് കൊടുത്ത് ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഒരു റോബോട്ടിനെ ഞാനങ്ങ് വാങ്ങി വെച്ചേക്കാം. കുറെ കാര്യങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം. അങ്ങനെ തരുന്ന സമ്മാനങ്ങൾക്കും സർപ്രൈസുകൾക്കൊക്കെ വലിയ വിലയുണ്ട്. അതിൽ സ്നേഹമുണ്ട്, പ്രണയമുണ്ട്. അല്ലാതെല്ലാം പറയാൻ പറയരുതേ. ഓക്കെ, സമ്മതിച്ചു. ഞാൻ അങ്ങനെ ആയിക്കോളാം. പക്ഷെ ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. താ കാര്യം എന്താന്ന് പറ. അത് അല്ലെങ്കിൽ വേണ്ട. എടോ താൻ പറയടോ. എന്താണെങ്കിലും ഞാൻ സാധിച്ചു തന്നിരിക്കും.